ഇനിയിപ്പോ ഇന്ന് നേരം പോക്കിന് എന്ത് വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്? ഇന്നിപ്പോ കേരളം ചർച്ച ചെയ്തോണ്ടിരിക്കുന്ന മെയിൻ വിഷയം എന്താ? ഇതാണ് ഈ വിഷയ ദാരിദ്ര്യം എന്ന് പറയുന്നത്. ഗൗരവമുള്ള വിഷയം ഒന്നും ചർച്ച ചെയ്യാനില്ല. ഒരു വഷളൻ അവനൊരു പെണ്ണിന്റെ ശരീരം ദ്വയാത്തൊക്കെ വെച്ച് വർണ്ണിച്ച് കച്ചവടമാക്കി. പിന്നെ ഇപ്പൊ അവന് പോലീസ് ആക്ഷൻ എടുത്ത് അവൻ കോടതി പോയി കോടതി ജാമ്യം കൊടുത്തിട്ട് പോലും പറയാല്ല. അപ്പൊ അവൻ എല്ലാം കച്ചവടമാക്കാണ്. അത് പബ്ലിസിറ്റി അതിനുവേണ്ടി ചെയ്യുന്നത്. ഈ ഒരു വഷളൻ എന്ന് പറഞ്ഞില്ലേ, അദ്ദേഹം എന്ത് വഷളത്തിനാ ചെയ്തത് സത്യത്തില്? ഒരു പെണ്ണിന്റെ അവയവ സൗന്ദര്യവും അവഹേളിച്ചും വർണ്ണിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ മാത്രമല്ല പുള്ളി ഇവിടെ കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുന്നത്. ഇതിനു മുമ്പ് ഉദ്ഘാടനം ചെയ്തപ്പോൾ പറഞ്ഞിട്ടില്ല. അപ്പൊ ഇപ്പൊ മാത്രമാണോ? ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ഈ ഹണിറോസിനെ ഉദ്ഘാടനം ചെയ്യാൻ വിളിച്ചതും ഈ ബോച്ചോടൊപ്പം ഡാൻസ് കളിക്കുന്നതും ആ എല്ലാം നൂറുകണക്കിന് മൊബൈലിലൂടെയും ചാനൽ ക്യാമറയിലൂടെയും ഈ ലോകം കണ്ടു. അതിനകത്തൊന്നും ഹണിറോസിന് തൊടുന്നതായിട്ടോ പീഡിപ്പിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ മാനസിക ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ഭാവം പോലും ഹണിറോസിന്റെ മുഖത്ത് പോലും നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പൊ ഈ 4 മാസം കഴിഞ്ഞപ്പോ പ്രതികരിച്ചാൽ അതിനകത്ത് എന്ത് സത്യമുണ്ട്? അപ്പൊ തന്നെ പ്രതികരിക്കുകയാണെങ്കിൽ എല്ലാവരും അവരുടെ കൂടെ നിൽക്കുന്നില്ലായിരുന്നു. അവളെ ഇപ്പൊ ഒരു കാര്യത്തിന് വിളിച്ചിരിക്കാല്ലേ, ഒരു ഫംഗ്ഷന് അല്ലെങ്കിൽ ഒരു ഓപ്പണിങ്, അവളെ പൈസ വാങ്ങിച്ച് 4-5 ലക്ഷം അവിടെ ചെന്ന് അവൾക്ക് ഉള്ളിൽ തോന്നുന്ന വിഷമം പ്രകടിപ്പിക്കാൻ പറ്റുമോ? നിങ്ങൾ എന്താ പറയുന്നത്? അത് ഈ 4 മാസം കഴിഞ്ഞ് എന്തെല്ലാം ഇതിന് പോയിട്ടുണ്ടേ. അവളുടെ ഉള്ളിൽ കിടന്ന വിഷമം അവൾക്ക് പ്രകടിപ്പിക്കാൻ പറ്റില്ല. അല്ല, ഇപ്പൊ രഹസ്യമൊഴി കൊടുത്തു എന്ന് ഇപ്പൊ പറയുന്നുണ്ട്. ഈ രഹസ്യമൊഴിയിൽ എന്ത് സത്യം ഉണ്ടെന്ന് ഈ കണ്ടവർക്കൊന്നും അറിയില്ല. പരസ്യമായിട്ട് അവർ ചെയ്തതും ബോച്ച ചെയ്തതും അവര് ചെയ്തതും എല്ലാം നമ്മൾ കണ്ടു. ഈ രഹസ്യമായിട്ടുള്ളത് എന്താണെന്ന് എന്താ തെളിവ്? അത് നുണയാണെങ്കിലോ? അല്ല, ഇതെല്ലാം കോടതി കണ്ടില്ലേ? കോടതി കണ്ടിട്ടാ പറഞ്ഞത്. കോടതിയുടെ കാര്യമൊന്നും പറയുന്നത് കോടതി പറഞ്ഞ കോടതി അതെല്ലാം കണ്ടിട്ട് ഇതേ വേറെ ഒന്നുമല്ല. ഞങ്ങളുടെ കാര്യം പറയാലോ. ഇത് മറ്റേ ബോച്ച ഒരു തേയില, വയനാട് കോഴിക്കോട് ജില്ലകളിൽ തേയില, ബോച്ചയുടെ തേയില 40 രൂപ ഒരു തേയില. നമ്മളിപ്പോ ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കണം 40 രൂപ കൊടുക്കണം. അപ്പൊ 40 രൂപ കൊടുത്തൊരു നമ്മളിപ്പോ ലോട്ടറി എടുത്തു കഴിഞ്ഞാൽ അത് കീറുകളാക്കുന്നു. എന്നാ സമയം ഈ ബോച്ചയുടെ ഒരു തേയില മേടിച്ചു കഴിഞ്ഞാൽ 40 രൂപ കൊടുത്ത് തേയില മേടിച്ചു കഴിഞ്ഞാൽ വീട്ടിലേക്ക് തേയില ഉപയോഗിക്കാം. അതിനകത്തൊരു കൂപ്പണുണ്ട്. ആ കൂപ്പണോട്ട് കാറും കിട്ടിയിട്ടുണ്ട്, ലക്ഷങ്ങൾ കിട്ടിയിട്ടുണ്ട്, 16 പറയുന്നത് ഈ ലോട്ടറി എടുക്കുന്നതിനേക്കാൾ സമൂഹത്തിന് ഗുണമുണ്ട്. സഹോദരമുണ്ട്. സർക്കാർ പോലും അതിന്റെ ശത്രുതയാണ് ഇപ്പം ബോച്ചയ്ക്കെതിരെ വന്നത്. 4 മാസത്തിന് ശേഷം ഇങ്ങനെ ഒരു പരാതി വരണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ആണ് വയനാട് ഒരു വിഷയമുണ്ട്. അതായത് ഇപ്പോ നിങ്ങൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞാൻ ഈ ബോച്ചയുടെ കാര്യങ്ങളൊക്കെ കാണുന്നു. ഇപ്പൊ ഈ കോടതി സർക്കാർ ഇങ്ങനെ പെട്ടെന്നൊരു ഇതെന്താ വെച്ചാല് ആ മനുഷ്യനൊരു നോട്ടീസ് കൊടുക്കാം, അയാളെ ഹാജരായില്ലെങ്കിൽ പോലീസിനെ വിട്ട് പിടിപ്പിക്കാം. ഇത് വലിയ നാടകം ഉണ്ടാക്കി ഒരു വലിയ പാർട്ടിയാക്കി അതിന്റെ പിറകില് എന്തോ സർക്കാരിന് എന്തോ അണിറോസിനെ വെച്ച് ബോച്ചെ പിടിപ്പിച്ചാൽ ഞാൻ പറയും. സർക്കാരിന് വയനാട് ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും ലോട്ടറി വിൽക്കുന്നില്ല. ഈ സർക്കാർ ഇപ്പൊ തന്നെ നിലനിൽക്കുന്ന ഈ മദ്യവും ലോട്ടറിയും കൊണ്ടാണ് ഏറ്റവും കൂടുതൽ കാശുണ്ടാകുന്നത്. അല്ല, വേറെ സർക്കാരിന് ശത്രുത ഉണ്ടാവാൻ സാധ്യതയുണ്ട്. നമ്മുടെ വയനാട് ദുരന്തം ഉണ്ടായി, ലോകം മുഴുവൻ കണ്ണീരിലാക്കിയ സംഭവം. എത്ര പേര് വീട് നഷ്ടപ്പെട്ടു? സർക്കാർ എത്ര വീട് വെച്ചു കൊടുത്തു? അല്ല, മോശം വീടുകൾ വെച്ചു കൊടുത്തു. വീട് വെച്ചു കൊടുത്തു. അവിടെ ഓരോ ഇത് മുഴുവൻ അപ്പൊ ഇവൻ സർക്കാരിനെ കയറി വെട്ടണം. അല്ല, അങ്ങനെ സർക്കാരിന് തോന്നല്. പക്ഷെ പിണറായി വിജയൻ സർക്കാരിന്റെ തോന്നല്. ഞങ്ങളെ ഇപ്പം ഞങ്ങൾ ചെയ്യുന്നവരുടെ കൂടുതൽ ബോച്ച ചെയ്യുന്നു. അപ്പൊ ഞങ്ങളുടെ കൂടുതൽ സ്വീകാര്യത ഈ പറയുന്ന ലോട്ടറി പോലും സർക്കാരിന് പാരായിട്ടല്ലോ. കാരണം ഈ 40 രൂപ കൊടുത്ത് ലോട്ടറി ടിക്കറ്റ് എടുക്കണോ അതോ ചായപ്പൊടി മേടിക്കണോ ഞാൻ ചിന്തിക്കും ചിലപ്പോ. കാരണം ഒരുപാട് ലോട്ടറി നമ്മുടെ ഈ എറണാകുളത്ത് വരെ ചായപ്പൊടി ലോട്ടറി എടുക്കുമ്പോ ആ 40 രൂപ കൊണ്ട് കേരള ലോട്ടറി എടുക്കണോ അതോ ബോച്ചയുടെ ചായ കുടിക്കണോ? ചായ കുടിക്കുകയും ചെയ്യാം, സമ്മാനം കിട്ടുകയും. ബോച്ചന് ലോട്ടറി കേരള ലോട്ടറി പറഞ്ഞ എടുത്തു കഴിഞ്ഞാൽ 40 രൂപ പോയി. അതെ, അതായത് 1000 പേരുണ്ടെങ്കിൽ 5 പേർക്ക് അതിലൊരു പ്രൈസ് ഇടും. 1000 ബോച്ചയുടെ ഒരു 40 രൂപ കൊടുത്ത് 1000 രൂപയുടെ തേയില മേടിച്ചു കഴിഞ്ഞാൽ വീട്ടിലെ ആവശ്യം നടക്കും. ഈ 1000 പേരിൽ 500 പേർക്ക് പ്രൈസ് ഉറപ്പാ. എന്നാലും പ്രൈസ് ഉറപ്പാ. അതാണ് ഞാൻ നിങ്ങളോട് ഒരു കാര്യപ്പെട്ട് നമ്മള് വേറൊരു രീതി ചെയ്ത് സമൂഹമായിട്ട് ചിന്തിക്കുമ്പോൾ വേറൊരു നന്മ ചെയ്തെന്നും പറഞ്ഞ്
അതിന്റെ പേരിൽ എന്ത് ചെയ്യാനാകരുത്. ഒരു സ്ത്രീയെ അവളുടെ ശരീരത്തെ ദ്വയാർത്ഥം വെച്ച് വർണ്ണിച്ച് അവളെ പൊതുവേദിയിൽ അവഹേളിക്കാന്നൊക്കെ പറയണേ. ഇപ്പൊ നമുക്ക് പറ്റുന്ന എന്താ പറയുമ്പോ സ്വഭാവ ഗുണം വേണ്ട, നന്മ എങ്ങനെ വേണമെങ്കിലും നമ്മള് പൈസ ഉണ്ടാക്കി ബാക്കിയുള്ളവരെ സഹായിച്ചാൽ മതി. അങ്ങനെയൊക്കെ പറയുന്നതുകൊണ്ടാണ് ഇപ്പൊ 40% പേരെങ്കിലും നമ്മുടെ പാർലമെന്റിൽ ക്രിമിനലുകൾ ഉള്ളത്. എന്ന് വെച്ചാൽ അവര് എല്ലാ ക്രിമിനൽ പരവും കൊലപാതകം വരെ ചെയ്യുന്നുണ്ട്. പക്ഷെ കുറെ ആൾക്ക് വോട്ട് കിട്ടാൻ വേണ്ടി കുറെ പേർക്ക് സഹായം ചെയ്യുന്നത് അത് ശരിയാണ്. ചേട്ടാ സ്വഭാവ ഗുണം വേണ്ട, എങ്ങനെയും കോമാളിത്തിന് കാശുണ്ടാക്കിയാൽ ചേട്ടൻ പറഞ്ഞില്ലേ, ആ പറഞ്ഞതിനകത്ത് അതിനകത്ത് തന്നെയുള്ള ഒരു കാര്യം പറയട്ടെ. ഇപ്പൊ ഈ ആരോപിത ഈ ഹണി റോയ്സ് എന്ന് പറയുന്ന വ്യക്തി ഇവര് സമൂഹത്തിന് എന്ത് ഇതാണ് അവര് ഇന്ന് വളർന്നു വരുന്ന കൊച്ചു പെൺപിള്ളേരുടെ ഹീറോയിനല്ല ഹീറോയായിട്ട് ഞാൻ പറയും. ഈ കൊച്ചു പെൺപിള്ളേരുടെ വിചാരം എന്താ, ശരീരഭാഗങ്ങൾ ഇവളെ പോലെ ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ഒരുപാട് പണവും പ്രശസ്തിയും പോപ്പുലാരിറ്റിയും കിട്ടും എന്നുള്ള സന്ദേശമല്ലേ ഹണി റോസ് കൊടുക്കുന്നത്. നേരെ മറിച്ച് ബോച്ചെ കോമാളിത്തരങ്ങൾ കാണിക്കുന്നുണ്ടെന്ന് ചേട്ടൻ പറഞ്ഞു, ഭാഷലാകുന്നുണ്ട്. ശരി, ഈ ബോച്ചെ കിട്ടുന്ന കാശ് കൊണ്ട് ഒരുപാട് ചാരിറ്റി ചെയ്യുന്നുണ്ട്. ഹണിറോസ് നടി എത്ര സിനിമ കാണിച്ചിട്ടുണ്ട് മലയാളത്തിൽ? അവരൊരു വലിയ മുതൽക്കൂട്ടൊന്നുമല്ല. ഞാൻ നിങ്ങളോട് വേറൊരു സൗന്ദര്യം അവൾ നന്മ ചെയ്യുന്നത്. പക്ഷെ ഈ ഹണി റോസ് ഒരു നന്മ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ചു കിടക്കുന്ന അവർക്ക് ഈ കുടിഞ്ഞു നോക്കാതെ അവിടെ പോയാൽ പെണ്ണിന്റെ നല്ല ശരീരഭാഗമുള്ള പെണ്ണുകളെ ഇവിടെ നേരിട്ട് പ്രദർശിപ്പിച്ച് അവർക്ക് സേവനം ചെയ്യാലേ അത് തന്നെയാ ഞാൻ പറഞ്ഞത്. പെട്രോൾ പമ്പ് ഉദ്ഘാടനത്തിലൂടെ ഹണിറോസ് വിളിക്കും. ഒരു പെട്രോൾ പമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് ഹണിറോസ്, ഒരു പെട്രോൾ പമ്പ് അത് ഉദ്ഘാടനത്തിലൂടെ ഹണിറോസ് എത്തും. അത് ഞാൻ പറയണേ അവള് വലിയൊരു സേവന ചെയ്യണേ. അവളെ ശരീരഭാഗം ഉപയോഗിച്ച് അല്ലെങ്കിൽ ശരീരം ഉപയോഗിച്ച് പൊയ്ക്കാല്ല. അവള് ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച കേരളത്തിലെ എത്ര പേര് 10, 30, 40 പൈസ പെണ്ണ് കിട്ടാത്തവരുണ്ട് നമ്മുടെ നാട്ടില്. അവർക്കൊക്കെ ഈ ലൈംഗിക ദാരിദ്ര്യം പിടിച്ച ആൾക്കാർക്കൊക്കെ വലിയ സേവന ചെയ്യണേ. ഈ ഹണി റോസിനെ ആരും നിർബന്ധിച്ചല്ല, അവർ സ്വയം ചെയ്യുന്നതല്ലേ ഇത്. ഒരാള് കാശ് കൊടുത്ത് നിർബന്ധിച്ച് അവരെ പീഡിപ്പിച്ചതല്ലേ. അവര് സ്വയം അവരുടെ പ്രദർശന കൊടുക്കും. നാളത്തെ ഞാൻ നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെ ഞാൻ ഇപ്പോഴും വളർന്നു വരുന്ന പെൺകുട്ടികൾ എങ്ങനെയെങ്കിലും ഒരു ഹണി റോസ് ആവണം, പ്രശസ്തിയും കിട്ടും എന്നുള്ള തെറ്റായ സന്ദേശം കൊടുക്കുമ്പോ ബോച്ച ഇങ്ങനെ അവരെ കളിയാക്കി എന്ന് പറയുന്നു. അവരെ നേരിട്ട് വൃത്തിയോടോ തിരിയൊന്നും പറയുന്നതായിട്ട് നമ്മൾ ഇന്നവരെ കണ്ടിട്ടില്ല. അത് ഈ സ്ത്രീയും പറയുന്നില്ല. ഇയാളുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഒരുപാട് പേർക്ക് ഗുണമുണ്ട്. ഇവളുണ്ടാക്കുന്ന പൈസ കൊണ്ട് ഈ കാറ്റഗറിയിലുള്ള ഏത് സിനിമയിൽ അഭിനയിക്കുന്ന പെണ്ണുങ്ങൾ ഇത് തന്നെയല്ല ചെയ്യണേ. ഇല്ലല്ലോ, നമ്മുടെ മഞ്ജു വാര്യരുടെ നോക്ക് കാറ്റഗറി അഡൽട്ട് സിനിമയിലും അല്ലെങ്കിൽ ഇപ്പൊ ഈ നമ്മുടെ യൂട്യൂബിൽ കാണുന്ന ഈ അതൊക്കെ ആ രീതിയിലൊക്കെ മാറ്റി. പക്ഷെ അക്കീല മറിയ രേഷ്മ അതൊന്നത്തെ കാലം. അതിനു മുമ്പ് നമ്മുടെ മമ്മൂട്ടിയോടൊപ്പം മോഹൻലാലിനൊപ്പം അഭിനയിച്ച ഒന്നാന്തരം ഒരു നടി ഉണ്ടായിരുന്നു, സിൽക്ക്. അവര് ഒരിക്കലും ഇതേപോലെ ആരും അവരെ കുറ്റം പറഞ്ഞിട്ടില്ല. അവര് ശരീരം പ്രദർശിപ്പിച്ച് കളിക്കുന്നുണ്ടെങ്കിൽ, സിനിമ കളിക്കുന്നുണ്ടെങ്കിൽ അവര് ക്യാരക്ടറിന് ചേർന്ന അതാണ് സിനിമ. സ്ഫടികം ഇതിൽ അവര് ശരീരം പ്രദർശിപ്പിക്കുന്നുണ്ടെങ്കിൽ ആ ക്യാരക്ടർ ആവശ്യപ്പെടുന്ന രീതിയിലായിരുന്നു ചെയ്തത്. അല്ലാതെ ഇതുപോലെ പബ്ലിക്കിന്റെ മുമ്പിൽ കൊണ്ട് വൃത്തികേട് കാണിക്കുകയല്ലായിരുന്നു. മോശമായ ആ വൃത്തികേട് അല്ലെങ്കിൽ പിന്നെ അയാൾ പറഞ്ഞത് വൃത്തികേടാന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തെ നല്ല രീതിയിൽ അവന് വർണ്ണിക്കാം. കുന്തിദേവി അപമാനിക്കായിരുന്നു. കുന്തി ദേവി എന്ന് പറഞ്ഞത് എവിടെയാണ് കുന്തി ദേവി എന്ന് കുന്തി ദേവി എന്ന വാക്ക് തെറ്റായിട്ട് അവർക്ക് തോന്നാൻ കാരണം എന്താ? അനുരോധം 4 മാസം തോന്നി എന്നെ കുന്തിദേവി എന്ന് പറഞ്ഞപ്പോ അത് കുന്തിദേവി അല്ല, അനുരോധത്തിന് തോന്നി. അല്ലാതെ ബോച്ചയ്ക്ക് അത് കേട്ട് ഇന്നവർക്ക് അന്നേരം 4 മാസം മുമ്പും ഇത് കേട്ടോണ്ടിരുന്നപ്പം ഞാൻ കുന്തിദേവി എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. 4 മാസം കഴിഞ്ഞപ്പോ കേസ് കഴിഞ്ഞായി പറയാനാ. കാര്യം എന്തൊരു ബോച്ച ഒതുക്കാൻ ഞാൻ കാണുന്ന ഏറ്റവും വലിയൊരു ഇതെന്നാന്ന് പറയുമ്പോ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ നിങ്ങളിപ്പോ അവളുടെ ശരീരഭാഗം അല്ലെങ്കിൽ ശരീരവും കച്ചവട വസ്തുവാക്കുന്നു, അവൻ അതിനെയും കച്ചവട വസ്തുവാക്കുന്നു നിങ്ങൾ പറയണെങ്കിൽ. പക്ഷെ ഇതിനകത്തൊക്കെ
ഈ കുന്തിദേവിയെ വലിച്ചിറക്കി, കുന്തിദേവിയെ വലിച്ചിറക്കി, ഈ അതായത് നമ്മൾ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിത്വത്തെ വലിച്ചിറക്കി ഇതിനകത്ത് അവഗണിച്ചെന്ന് എനിക്ക് തോന്നുന്നത്. ഈ 4 മാസം കുന്തിദേവിന്ന് വെച്ച് ഇവിടുത്തെ ഹിന്ദു എല്ലാത്തിനും പിടിച്ചോണ്ട് നടക്കുന്ന ഹിന്ദുക്കളെ എന്തുകൊണ്ട് പിടിച്ചില്ല? എന്തുകൊണ്ട് പിടിച്ചില്ല? ഇതല്ല ഹിന്ദു വിശ്വാസത്തിൽപ്പെട്ട ഹിന്ദു വിശ്വാസത്തിൽപ്പെടുന്ന ഒരാളാണ്. പാണ്ഡവരുടെ അമ്മയാണ് കുന്തിദേവി. ആ കുന്തിദേവി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഹിന്ദുക്കൾ എന്തുകൊണ്ട് പിടിച്ചില്ല? ഈ കേരളത്തിലെ ഹിന്ദുക്കൾ വേറൊരു കാര്യമുണ്ട്, അവർക്ക് ഈ പിണറായി സർക്കാരും ഇതിന് വിവരമുണ്ടായി. എന്താ വെച്ചാൽ ഇതിൽ മാത്രം ജനപിന്തുണയുള്ള ബോച്ചയെ പിടിച്ചു കഴിഞ്ഞാൽ അത് നമുക്ക് തിരിച്ചടിയാവുന്നത്. ആ ചിന്ത നമ്മുടെ പിണറായിക്ക് സർക്കാരിന് ഉണ്ടായില്ലെന്ന് എനിക്ക് തോന്നുന്നത്. സർക്കാരിന്റെ കാര്യം പറയാതിരിക്കുക, ഇത്രയും നിസ്സാരമായ ഒരു കാര്യം ഇവര് ഈ ഇന്ത്യയുടെ അല്ലെങ്കിൽ സിനിമാ ലോകത്തിന്റെ തന്നെ ഒരു റോൾ മോഡലോ അതിൽ വലിയ ആളൊന്നും അല്ല ഈ ഹണി റോസ് എന്ന് പറയുന്നത്. നിസ്സാരം ചില സിനിമകൾ അവർക്ക് വേണ്ടി മാത്രം അവർ ഉപയോഗിക്കുന്നവരാ. അതൊരു വലിയ പ്രശ്നമായിട്ട് പൊക്കി പിടിച്ച് ഒരു മനുഷ്യനെ ഈ ബോച്ച ജയിലിൽ ഇടാൻ മാത്രം ബോച്ച ചെയ്ത ക്രൈം എന്താണ്? ഒരു മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഒരു തെറ്റ് എന്ന് കരുതി അല്ലാതെ ഒരു ജയിലിലിടാൻ ഒരു ക്രിമിനൽ ആണോ അയാൾ? എന്റെ വിലയിരുത്തുന്നത് ഇതിനകത്ത് ആകെ പറ്റൊരു കാര്യം, ഈ ബോച്ചയ്ക്ക് ഞാൻ പലപ്പോഴും ചെയ്തത് ഈ കുറങ്ങനെ പിടിച്ച് ആരെങ്കിലും തളയ്ക്കാത്തത് ഞാൻ വർഷങ്ങളായിട്ട് ചിന്തിക്കുന്ന ആളാണ് പലരൊക്കെ. പക്ഷേ അവനൊരു വാണിംഗ് എന്ന പോലെ ഇപ്പൊ അവളിത് കൊടുത്തു, ഒരു പരാതി കൊടുത്തു, അതിന് അവളുടേതായ ലക്ഷ്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ഇത്ര കാലം വെയിറ്റ് ചെയ്യണ്ട. അവളത് കൊടുത്തു, സർക്കാർ ശരി അത് സീരിയസ് ആയിട്ട് ആയിരിക്കണം, അവരോട് നോട്ടീസ് അയക്കാൻ വരാൻ പറയാം. വന്നില്ലെങ്കിൽ ഞാൻ പോയി പറഞ്ഞ പോലെ പിടിച്ചു. അപ്പൊ ഈ വക പ്രതികരണം സമൂഹത്തിൽ നിന്നുണ്ടാവില്ല. അതായത് സർക്കാരിന്റെ വലിയ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിൽ നിന്നൊക്കെ ഒരു പാഠം എന്തോ പലതിൽ നിന്നും പാഠം പഠിക്കുന്നില്ല നമ്മുടെ സർക്കാർ. അനാവശ്യമായിട്ട് ഒരു ചെറിയ വിഷയത്തെ കാണിച്ച് അവര് തന്നെ അവരവരുടെ കുളന്നുകൊണ്ടാണ് ഇപ്പൊ ഈ സർക്കാരിനെ തന്നെ വെല്ലുവിളിച്ചേക്കണം. കോടതിയല്ല ഞാൻ ആദ്യം പറഞ്ഞത്, സർക്കാരിനെ വെല്ലുവിളിച്ചേക്കണം. ഞാൻ ഇറങ്ങാനില്ല, നിങ്ങൾ തന്നെ അകത്താക്കിയില്ലേ, ഞാൻ ഇറങ്ങാനില്ല. ഇത് അപ്പൊ ഇത് ഇനിയിപ്പോ എന്ത് ചെയ്യും? അപ്പൊ ഇത് എനിക്ക് തോന്നുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അതാണ്. ഇദ്ദേഹം ഇങ്ങനെ ദ്വയാർത്ഥ പ്രയോഗം നടത്തിയതൊക്കെ എല്ലാവരും കണ്ടുകൊണ്ടിരുന്നിട്ടും ആർക്കും പ്രശ്നമില്ലായിരുന്നിട്ട് ഇപ്പോൾ ഇവര് പരാതി കൊടുത്തപ്പോഴും ഒരുപാട് പേര് ഹണി റോസിനെ പിന്തുണച്ച് നിന്നു. ഇയാൾക്ക് ചെറിയൊരു താക്കീത് പോലെ. പക്ഷെ അയാളെ ജയിലിൽ ഇട്ടത് കേരള മനസാക്ഷിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. അതുകൊണ്ട് തീവ്രവാദം കൊണ്ടുവന്ന രീതിയിലാണ് ഉള്ളേ പിടിച്ചോണ്ട് ആയ ഒരു വർത്തമാനം കുന്തിദേവി എന്ന് പറഞ്ഞ പേരിലൊരു കേരളത്തിലൊരു വ്യക്തിയെ അവനോട് അവനിപ്പോ ഇതൊരു വലിയ വിഷയമാക്കി അവനെ ഇങ്ങനെ വലിയ സേനയെ വിട്ട് അവനെ പിടിച്ചു കൊണ്ടുവന്നൊക്കെ തിരിച്ചടി ഇപ്പൊ സർക്കാർ എനിക്ക് തോന്നുന്നു. ഇപ്പൊ അവൻ ധർമ്മടത്തില് പിണറായിക്കെതിരായിട്ട് നിന്ന് ചിലപ്പോ അവൻ ജയിച്ചേക്കും. പറഞ്ഞ് അവസാനിപ്പിക്കാം.